കേരളത്തിലെ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത് കോഴിക്കോടാണ്. ആ കോഴിക്കോട്ടത്തെ ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളിലൊന്നാണ് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ചായക്കട. ഈ വഴി കാണുമ്പോൾ പലർക്കും അറിയാം ഇതെവിടെയാണെന്നുള്ളത്. അതെ, ചന്ദ്രേട്ടൻ്റെ ചായക്കട. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലേക്കാണ്. ശരിക്കും ഈ വഴി തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ വഴി കയറി ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീലുണ്ട്. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാത്ത വളരെ സാധാരണ ഒരു ഹോട്ടൽ. പഴയ കാലത്തെ ചായക്കടകളുടെ ആ ഒരു ലുക്കിലൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ശരിക്കും കോഴിക്കോട് വന്നിട്ട് ഏറ്റവും ആദ്യം കഴിക്കാൻ പോകണം എന്ന് കരുതിയ ഹോട്ടലുകളിലൊന്നാണ് ചന്ദ്രേട്ടൻ്റെ ചായക്കട. ഇന്ന് നേരത്തെ ചെറിയൊരു ഹോട്ടലായിരുന്നു, ഇപ്പോഴാണ് ഇന്ന് ഈ കാണുന്ന ഒരു സെറ്റപ്പിലേക്കൊക്കെ മാറിയത്. ഇനി എത്ര ഗ്യാസിന് വില കൂടിയാലും ഗ്യാസ് കിട്ടാനായാലും ഇവിടെ ആ ഒരു പ്രശ്നം ബാധിക്കുന്നില്ല. കാരണം ഇവിടുത്തെ ഫുൾ പാചകം വിറകടുപ്പിലാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡിഷുകളിലൊന്നായ കൈപ്പത്തിരി. ശരിക്കും അരിമാവ് കൈകൊണ്ട് പരത്തി ചുട്ടെടുക്കുന്ന ആ ഒരു ആഹാരം. ഷൂട്ട് ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞു, പെർമിഷൻ തന്നത് കൂടാതെ ഈ വരുന്നതാണ് ചന്ദ്രേട്ടൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ. പുള്ളി എൻ്റെ കൂടെ വന്ന് നിന്ന് ഓരോ സാധനങ്ങളും പുള്ളി എനിക്ക് കൊണ്ട് കാണിച്ചു തന്നു. ഇത് ഫിഷ് ഫ്രൈയുടെ സെക്ഷൻ. ഇവിടെയും വിറകടുപ്പിൽ തന്നെയാണ് പാചകങ്ങൾ മുഴുവൻ. നല്ല ഫ്രഷ് മീൻ കിട്ടിയാൽ മാത്രമേ പുള്ളി വാങ്ങുകയുള്ളൂ, ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യത്തുള്ളൂ. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് ഒരു തോർത്തൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്ന മനുഷ്യൻ. വളരെ സിമ്പിൾ. പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം, കഴിക്കൽ. നേരത്തെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ വളരെ ചെറിയൊരു ഹോട്ടലായിരുന്നു, ഇപ്പോഴാണ് ഈ കാണുന്നൊരു സെറ്റപ്പിലേക്ക് ഇതിനെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടുത്തെ ഫുൾ സെർവിങ്ങും വാഴയിലയിലാണ്. നമുക്ക് 2 വാഴയില കിട്ടി. ആദ്യത്തെ ഡിഷായ കപ്പപ്പുഴുക്ക്. ഇതാണ് കപ്പപ്പുഴുക്ക്. എൻ്റെ നാട്ടിൽ ഇതിന് അസ്ത്രം എന്ന് പറയും. കാരണം ശബരിമല സീസൺ സമയത്ത് കഞ്ഞിക്കൊപ്പം കൊടുക്കുന്നൊരു സാധനം. അത് കപ്പയും കാച്ചിൽ, ചേമ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടുള്ളത് ഐറ്റം. ആ കപ്പപ്പുഴുക്ക് വന്നു. ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മീൻകറിയാണ്. നടുക്കൊരു കുഴി കുഴിച്ച് കൊടുക്കാം. മീൻകറി ഒഴിച്ചു. ഇത് നമ്മുടെ തേങ്ങയരച്ച മീൻകറിയല്ല, മുളകിട്ട മീൻകറിയാണ്. ഇനി ഇതിൻ്റെ കൂടെ വരുന്നത് കൈപ്പത്തിരി. നേരത്തെ നമ്മൾ കാണിച്ച ആ കൈപ്പത്തിരിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. നമ്മൾ ഓരോ കൈപ്പത്തി പറഞ്ഞു. നമ്മൾ 2 ഫിഷ് ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് അയക്കൂറ, അതായത് നമ്മുടെ നാട്ടിലെ കിങ് ഫിഷ്, പിന്നൊന്ന് അയല. ശരിക്കും പറഞ്ഞാൽ ആ കപ്പപ്പുഴുക്ക് മീൻകറിയുമായിട്ട് മിക്സ് ചെയ്ത് ആ കൈപ്പത്തിരിയിൽ കുറച്ച് എടുത്ത് വേണം കഴിക്കേണ്ടത്. ഇനി ഓരോ പൊരിച്ച പത്തിരിയും കൂടി വരുന്നു. 2 പൊരിച്ച പത്തിരി നമ്മൾ വാങ്ങി. നമ്മുടെ ഫസ്റ്റ് ഫിഷ് ഫ്രൈ അയക്കൂറ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അയക്കൂറയും എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ട് അയലയുമാണ് പറഞ്ഞത്. അത് 2 ഇപ്പം നിലവിലുണ്ടായിരുന്നുള്ളൂ, ബാക്കി സമയം എടുക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിത് മാത്രം ഓർഡർ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഫ്രഷ് മീനാണ്, നല്ല മസാല. എല്ലാ മീനും ഒരേ മസാല തന്നെയാണ്. പിന്നെ മീനിൻ്റെ ടേസ്റ്റിനനുസരിച്ച് അത് വ്യത്യാസം വരും. ഇനി നമുക്ക് പൊരിച്ച പത്തിരിയും കൂട്ടിയത് പിടിക്കാം. എനിക്ക് ആ മീനിൻ്റെ മസാല നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓവറായിട്ട് കരിച്ച് മുരിക്കാത്ത ആ മീനിൻ്റെ അതേ ഫീല് നമുക്കിവിടെ കിട്ടുന്ന ഫിഷ് ഫ്രൈ. പിന്നെ നമ്മളൊരു ഒരു കഷ്ണം റാഗിപ്പുട്ടും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വന്നതല്ലേ, നമുക്ക് എല്ലാം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഈ കൊണ്ടുവരുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നൊരു ഐറ്റം, ചിന്നമുട്ട. എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. പിന്നെ ദായലയും. ഇനി ചിന്നമുട്ട, ഞാൻ കുറേ കേട്ട പേരുകളിലൊന്നാണ് ചിന്നമുട്ട. അത് നാടൻ കോഴിയുടെ മുട്ട എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ, എന്തായിരിക്കും എന്നൊന്നും അറിയാത്തതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. ശരിക്കും നമ്മുടെ സാധാ കോഴിമുട്ട പോലെ തന്നെയാണ്. പിന്നെ അതിൻ്റെ സൈസ് അനുസരിച്ച് കുറച്ച് ചെറുപ്പം വലിപ്പം വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ച് അയലയൊന്ന് കഴിച്ചു നോക്കട്ടെ.
മസാലയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ മീൻ അനുസരിച്ചിട്ട് അതിന് ടേസ്റ്റിന് വ്യത്യാസം വരും. ഓരോ സ്ട്രോങ് ചായയും കൂടി കുടിച്ചു. നമ്മൾ ഇത്രയും കൂടി ഫുഡ് കഴിച്ചതിൻ്റെ ബില്ല് വന്നത് വെറും 530 രൂപയാണ്. 530 രൂപയ്ക്ക് ഇത് വർത്ത് തന്നെയാണ്. അത്യാവശ്യം റീസണബിൾ റേറ്റ് തന്നെയാണ്. ഇനി ചന്ദ്രേട്ടൻ്റെ ചായക്കടയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കാരന്തൂരാണ്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി ഒന്ന് കഴിച്ചു നോക്കി അഭിപ്രായം പറയുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.